Okay, people of God, let's look to Isaiah 11:2. The word says, and the Spirit of the Lord shall rest upon him, the Spirit of wisdom and understanding, the Spirit of counsel and might, the Spirit of knowledge and of the fear of the Lord. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. So this is the Spirit of the Lord that is coming upon this church these days. ദൈവത്തിന്റെ ആത്മാവാണ് ഈ ചർച്ചിന് മേൽ ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. And when the Spirit of the Lord, this is the Spirit that is coming upon the church. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ ആത്മാവാണ് സഭയിൽ ഈ ദിവസങ്ങളിൽ വരുന്നത്. And this is the quality of the Holy Spirit. ഇതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഗുണം. What are the things there? എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? The spirit of wisdom and understanding. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. The spirit of counsel and might. ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. The spirit of knowledge and the fear of the Lord. പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. As we are progressing in our fasting prayer, നമ്മൾ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ you can expect these things to come upon you. നമ്മൾക്ക് ഇത് നമ്മളുടെ ഈ ആത്മാവ് നമ്മളുടെ മേൽ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. One of the things I humbly request the church to receive is a spirit of revelation. ഞാൻ ചർച്ചിനോട് വളരെ വിനീതമായ നമ്മൾക്ക് വെളിപ്പാടിന്റെ ആത്മാവ് കിട്ടുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. People perish where there is no revelation. വെളിപ്പാടില്ലാത്തവർക്ക് ഇല്ലാത്തടത്ത് ഞാൻ നശിച്ചു പോകും. Many people say the pastor has got revelation, praise the Lord. That is not enough. You should also, the people also should get revelation. പലരും പാസ്റ്റർക്ക് വെളിപ്പാടുണ്ട്, അത് മതി, പ്രൈസ് ദി ലോർഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതല്ല, നമ്മൾക്ക് ഓരോരുത്തർക്കും വെളിപ്പാടിന്റെ ആത്മാവ് കിട്ടുവാൻ വേണ്ടി നമ്മൾ when you have revelation, you'll be built strong. നമ്മൾക്ക് വെളിപ്പാടിന്റെ ആത്മാവ് ഉള്ളപ്പോൾ നമ്മൾ കൂടുതൽ ആത്മീയരായി ശക്തരായി മുൻപോട്ട് പോകാൻ സാധിക്കും. എന്തുകൊണ്ട്? Because Jesus said, I will build my church and the gates of Hades will not prevail upon it. And Jesus said that to Peter, who had revelation. പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു. അത് പത്രോസിന് ലഭിച്ച വെളിപ്പാടായിരുന്നു. What was the revelation? എന്തായിരുന്നു വെളിപ്പാട്? Who Jesus was, that is the revelation. യേശു ആരാണെന്നുള്ളതായിരുന്നു വെളിപ്പാട്. Hallelujah. Jesus asked Peter and his friends, who do the people say that I am? യേശു പത്രോസിനോടും തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, മറ്റുള്ളവർ ഞാൻ ആരെന്ന് പറയുന്നു. Some people said he is the prophet. Some people said he is a miracle worker. People said different things about Jesus. ചില ആൾക്കാർ പറഞ്ഞു അദ്ദേഹം ഒരു പ്രവാചകനാണ്, ചിലർ പറഞ്ഞു അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. But Peter suddenly said, പത്രോസ് പെട്ടെന്ന് പറഞ്ഞു, what did he say? He said, you are the son of the living God. You are Jesus the Christ. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന് പറഞ്ഞു. That was revelation. അതൊരു വെളിപ്പാടായിരുന്നു. Jesus said, flesh and blood did not reveal it to you, but my heavenly Father. ജഡരക്തങ്ങളല്ല നിന്നോട് അത് വെളിപ്പാടായിരിക്കുന്നത്, പക്ഷേ എന്റെ പിതാവായ ദൈവം തന്നെ നിനക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. That is the revelation. അതാണ് വെളിപ്പാട്. Knowing Jesus Christ is revelation. യേശുവിനെ അറിയുന്നതാണ് വെളിപ്പാട്. Do you have a revelation of Jesus? നിങ്ങൾക്കൊരു വെളിപ്പാട് ഉണ്ടോ? If you have a revelation of Jesus, you will also have a revelation of the church. നിങ്ങൾക്ക് യേശുവിനെ കുറിച്ചൊരു വെളിപ്പാടുണ്ടെങ്കിൽ ചർച്ചിനെ കുറിച്ചും സഭയെ കുറിച്ചും ഒരു വെളിപ്പാടുണ്ട്. This morning I want to tell the church why God is taking time to give you a building. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഒരു ചർച്ച് നമുക്ക് തരുവാൻ ദൈവം സമയമെടുക്കുന്നു. Some inner things have to be set right in our lives. നമ്മുടെ അകത്ത് ചില കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാനുള്ളത് കൊണ്ടാണ്. Exactly. Once that is done quickly, he will open a door for you. അത് ക്രമീകരിക്കപ്പെട്ടു കഴിയുമ്പോൾ ഞൊടിയിടയിൽ നമുക്ക് ദൈവം നമുക്ക്. Okay. Hallelujah. Hallelujah. So it's happening right now. That is why we are fasting and praying. അതിപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ പ്രാർത്ഥനയാലും ഉപവാസത്താലുമായിരിക്കും. We started in Monday. This may go on next week also. നമ്മൾ തിങ്കളാഴ്ച ഇത് ആരംഭിച്ചു. ഇത് അടുത്ത ആഴ്ചയും തുടരുവാൻ സാധ്യത. God is going to do some things. ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാൻ. We are expecting this to move into a move as the Lord leads. ദൈവം നയിക്കുന്നത് പോലെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ മുൻപോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I'm seeing a lot of changes even in my body. ഞാൻ വളരെയധികം വ്യത്യാസങ്ങൾ ഈവൻ എന്റെ ശരീരത്തിൽ പോലും കാണുന്നുണ്ട്. I'm seeing a change, a tremendous change. I have been suffering with a lot of things. I didn't tell you. I don't tell people what I go through. But these days I'm seeing tremendous amount of changes in my body. വളരെയധികം വ്യത്യാസം എന്റെ ശരീരത്തിൽ ഞാൻ ഈ ദിവസങ്ങൾ കാണുവാൻ ഇടയാകുന്നുണ്ട്. വളരെയധികം പ്രഷറുകൾക്കുള്ളിലും വളരെയധികം കഷ്ടങ്ങൾക്കുള്ളിലും ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നെങ്കിലും വളരെയധികം ചേഞ്ചുകൾ, വളരെയധികം മാറ്റങ്ങൾ ദൈവം ഈ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. One of the surprising thing is that when I tell that people be healed,
when I call out this healing thing, I am suffering, people are getting healed. My body is struggling, but somebody is getting healed. ഞാനിവിടെ സഭയിൽ മറ്റുള്ളവർ സൗഖ്യമാകട്ടെ എന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ മറ്റുള്ളവർ ഹീൽ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം. And I have been telling Lord, when is my healing going to come? ഞാൻ ദൈവത്തോട് ചോദിക്കും, എന്റെ സൗഖ്യം എപ്പോൾ വരുമെന്ന്. So that shows that God can heal you without the person, the healer or the minister can live in sickness and still other people can be healed. That's the meaning. അതിന്റെ അർത്ഥം ഞാൻ സൗഖ്യമാക്കുന്നതിന് മറ്റുള്ളവർക്ക് സൗഖ്യമാകുവാൻ സാധിക്കും. ഹീൽ ചെയ്യുന്ന ഞാൻ പ്രാർത്ഥിക്കുന്ന ഞാൻ, എനിക്ക് സൗഖ്യം വന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് അത് സൗഖ്യം തരുവാൻ ദൈവത്തിന് സാധിക്കും. Why? Can you tell me why? എന്തുകൊണ്ട്? Because the Spirit of the Lord is upon me. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ മേലുള്ളതുകൊണ്ട്. And the Spirit of the Lord is not dependent on my condition. The Spirit of the Lord just wants my yes all the time. That's all. ദൈവത്തിന്റെ ആത്മാവിന് എൻ്റെ കണ്ടീഷൻസിനെ അല്ല ആശ്രയിക്കുന്നത്, എൻ്റെ യെസ് എന്നുള്ള ഒരു ആൻസർ മാത്രം കിട്ടിയാൽ മതി. Are you willing? നീ തയ്യാറാണോ? I will do the rest. ബാക്കി ഞാൻ ചെയ്തു. If I sit back at home and say, my back is paining, I'm not feeling well, I'm not going to do my ministry, that is wrong. Yes, Lord, I will do my ministry even if I don't feel like it. Even if I feel tired, are you with me? I will go. That has been my commitment and God has honored that. ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് നടുവേദനയാണ്, എനിക്ക് പനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ മിനിസ്ട്രി ചെയ്യുവാൻ എനിക്ക് ഇന്ന് കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യങ്ങൾ നടക്കുകയില്ല. പക്ഷേ ദൈവം ചോദിക്കുമ്പോൾ, നീ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ദൈവം ചെയ്തോളും. The Holy Spirit always resides on your commitment. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റിൽ, സമർപ്പണത്തിലാണ് പ്രവർത്തിക്കുന്നത്. He doesn't look at your money. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പണത്തിൽ നോക്കുന്നില്ല. He does not look at your ability. നിങ്ങളുടെ കഴിവുകളെ നോക്കുന്നില്ല. He does not look at your beauty. നിങ്ങളുടെ സൗന്ദര്യത്തെ He does നോക്കുന്നില്ല. not look at your personality. നിങ്ങളുടെ വ്യക്തിത്വത്തെ നോക്കുന്നില്ല. He looks at your willingness. നോക്കുന്നത് നിങ്ങളുടെ തയ്യാറെടുപ്പിനെ, നിങ്ങളുടെ സമർപ്പണത്തെ. And this is something that you should remember. We should all remember. It is not about us. Ministry is not about us. It is about Him and our willingness. We should always think of ourselves as donkeys. Nothing more than that. നമ്മളെല്ലാവരും ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഇത് നമ്മളുടെ സമർപ്പണത്തിലാണ് ഇത് ആശ്രയിച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ ഒരു കാര്യത്തിലുമല്ല. നമ്മൾ എത്രത്തോളം സമർപ്പിക്കുന്നോ അത്രത്തോളം പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. Hallelujah. How many people are willing today? എത്ര പേർ തയ്യാറാണ്? How many people are saying yes to God today? എത്ര പേർ യെസ് എന്ന് ദൈവത്തോട് പറയുന്നു? Hallelujah. 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 Praise God. There is something in the church that I want everybody to pray and get rid of. ചില കാര്യങ്ങൾ ഈ സഭയിൽ നമുക്ക് പ്രാർത്ഥിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. I've seen this church has got amazing presence of God. ഇവിടെ ദൈവത്തിന്റെ വളരെയധികം സാന്നിധ്യം. Pray for more of that. അതിന് കൂടുതലായി കിട്ടുവാൻ നമ്മൾ. I've seen amazing hand of the Lord working, the might of the Lord delivering people many times. Sickness, healing, mental problems, people have been healed and restored. പല പ്രാവശ്യം ഇവിടെ പലവിധ അസുഖങ്ങൾ സൗഖ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാനസിക പ്രയാസങ്ങൾ, മറ്റുള്ള ശാരീരിക പ്രയാസങ്ങളൊക്കെ മാറ്റുന്നതായി ദൈവത്തിന്റെ കരങ്ങൾ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. But one thing that has hurt me time, and not only me, some people I'm sure who have been praying have observed it, there is no respect for one another. ഒരു കാര്യം ഞാനിവിടെ വളരെ ദുഃഖകരമായി കണ്ടിരിക്കുന്നത്, മറ്റുള്ളവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, അന്യോന്യം റെസ്പെക്ട് ഇല്ല, ബഹുമാനമില്ല. We should always respect one another when we talk. നമ്മൾ അന്യോന്യം എപ്പോഴും ബഹുമാനിക്കണം. Our brother or our sister is not the dog or the cat in the house. നമ്മളുടെ സഹോദരന്മാര് നമ്മളുടെ വീട്ടിലെ ഒരു പട്ടിയോ പൂച്ചയോ ഒന്നും വളർത്തുന്നതല്ല. They are children of God. അത് ദൈവത്തിന്റെ മക്കളാകുന്നു. The blood of the Lord is upon them. ദൈവത്തിന്റെ തിരുരക്തം അവരുടെ മേലുമുണ്ട്. And when we disrespect them, we may be disrespecting the blood. നമ്മൾ അവരെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ തിരുരക്തത്തെയാണ് ബഹുമാനിക്കാതിരിക്കുന്നത്. We have no business. You know how disrespect comes? എങ്ങനെയാണ് ബഹുമാനമില്ലായ്മ വരുന്നത് നിങ്ങൾക്കറിയാം? Shall I tell you with love? നിങ്ങൾ സ്നേഹത്തോടെ പറയട്ടെ. When you discuss people at home, നിങ്ങൾ വീട്ടിൽ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ, speak about them with disrespect. അവരെ കുറിച്ച് ബഹുമാനമില്ലാതെ സംസാരിക്കുമ്പോൾ, that gets carried on when you talk to them in private, in public. അത് നമ്മളിൽ കൂടെ അത് പൊതുവായും അത് വെളിപ്പെട്ട് വരും. It may not be the pastor. അത് പാസ്റ്റർ ആയിരിക്കില്ല. It can be somebody in the church. ആരെങ്കിലും സഭയിലുള്ള ആരെങ്കിലും ആയിരിക്കും. It can be a simple attitude. അതൊരു ചെറിയ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. Avana, that kind of Malayali attitude. Avala.
അവൻ when we have that kind of an attitude in our heart, it hurts the heart of God. നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളപ്പോൾ, അത് ദൈവത്തിന്റെ മനോഭാവം ഉള്ളപ്പോൾ, അത് കർത്താവിനെയാണ് അത് വേദനിപ്പിക്കുന്നത് നമ്മൾ ഓർക്കണം. This morning I am humbly exhorting all my brothers and sisters, let us be careful to honor God and honor our brothers and our sisters. ഇന്ന് രാവിലെ വിനീതമായി ഞാൻ പറയുന്നത്, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ദൈവത്തെയും നമ്മുടെ സഹോദരി സഹോദരന്മാരെയും ബഹുമാനിക്കേണ്ടത്. If you find anybody sitting at your home and discussing a third person, just get up and leave or call unto the Lord and say, Lord, I don't want this spirit in my house. നമ്മളുടെ ഭവനത്തിൽ ആരെങ്കിലും മറ്റുള്ളവരെ, നമ്മുടെ സഭയിലെ കുറിച്ചുള്ളവരെ കുറിച്ച് വിമർശിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് തന്നെ എഴുന്നേറ്റ് നമ്മൾ ദൈവത്തോട് പറയണം, ഇങ്ങനെ ഒരു സ്പിരിറ്റ് ഈ ഭവനത്തിൽ ഉണ്ടാകുവാൻ കർത്താവേ നീ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കണം. If any of you sit down with your children, even small children, and discuss other people in your church, please realize that you are feeding your children with poison and prejudice. നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നാൽ പോലും അവരുടെ മുമ്പിൽ നമ്മുടെ സഭയിലുള്ള ആൾക്കാരെ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ ആ സ്പിരിറ്റ്, നമ്മളുടെ ആ ആത്മാവ് അവരുടെ മനസ്സിലും കടന്നു ചെല്ലുവാൻ ഇടയാകും. വിഷമായി അവരെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് പോലെ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. Do you know prejudice is a big poison? Prejudice, മുൻവിധി, exactly. മുൻവിധി എന്ന് പറയുന്നത് മുൻവിധി മാത്രമല്ല, മുൻവിധിയും ധാരണയും, two things. മറ്റുള്ളവരെ കുറിച്ചുള്ള മുൻവിധി, ധാരണ. You know, people don't smile the way I think. People don't pray the way I think they should pray. So I have an opinion about people. And then I go and speak about my opinion to my wife, to my husband, to my children. And you start hating people. We, in Jesus' name, this morning, we are canceling that out from the minds and hearts of people. Somebody said, hallelujah. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഒരു അഭിപ്രായം, ഇങ്ങനെ പ്രാർത്ഥിച്ചില്ല, അവരിങ്ങനെ ചെയ്തില്ല, അവരങ്ങനെ ചെയ്തില്ല എന്നുള്ളൊരു അഭിപ്രായം പറയുമ്പോൾ അത് കർത്താവിനെ അത് വേദനിപ്പിക്കുന്നു. ആ ഒരു ആത്മാവിനെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഈ സഭയിൽ നിന്ന് പോകുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. നമ്മൾ ശുദ്ധിയുള്ളവരാണ്. You know why the Holy Spirit is saying this? Because the Spirit of the Lord is going to come upon you in a very powerful way. പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് ഇത് പറയുന്നെന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വളരെ ശക്തിയോടുകൂടി വരുവാൻ പോകുകയാണ്. In the book of Genesis, ഉൽപ്പത്തി പുസ്തകത്തിൽ it is written very clearly, അത് വളരെ വ്യക്തമായി, my spirit will not contend with them for long. എന്റെ ആത്മാവ് അവരോട് അധിക നേരം വാദിക്കയില്ല. He will not contend. You know what the Holy Spirit will gently tell you? Don't do that. Don't do that. Don't do that. But if people keep on resisting the Holy Spirit, then it hurts him. പരിശുദ്ധാത്മാവ് വളരെ ലഘുവായ സ്നേഹത്തോടുകൂടി നമ്മളോട് പറയും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് വളരെയധികം പറഞ്ഞുകൊണ്ടിരിക്കും. അത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. Hallelujah. But we are a people who bring honor to God. നമ്മൾ ദൈവത്തിന് ബഹുമാനം കൊണ്ടിരുന്ന, അഭിമാനം കൊണ്ടിരുന്ന. You know why people go back in their spiritual life? എന്തുകൊണ്ടാണ് മറ്റുള്ളവർ അവരുടെ സ്പിരിച്വൽ, അവരുടെ ആത്മീയ ജീവിതത്തിൽ പുറകോട്ട് പോകുന്നതെന്ന് അറിയാമോ? This is one of the reasons. They hurt the Holy Spirit. They grieve the Holy Spirit. അവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ് അതിന്റെ മുഖ്യമായ കാര്യം. The Bible says, do not grieve the Holy Ghost. അവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് വചനത്തിൽ. Ephesians chapter 4. എഫേസ്യരുടെ ലേഖനം 4-ാം അധ്യായം. It talks about do not grieve the Holy Spirit. അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഴുതിയിരിക്കുന്നു. Every word that is spoken, receive it by faith. എല്ലാ എഴുതിയിരിക്കുന്ന വചനങ്ങൾ വിശ്വാസത്താൽ നമ്മൾ സ്വീകരിക്കും. Hallelujah. Yesterday evening we heard the problem with the Hebrew church. They were not believing. നമ്മൾ ഇന്നലെ എബ്രായരുടെ സഭയെ കുറിച്ച് കേട്ടു. അവർ വിശ്വസിക്കാത്തവരായിരുന്നു. But we are a believing people. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ജനമാണ്. Because we believe, God is pleased. നമ്മൾ ദൈവ മഹാപുരോഹിതനെന്ന് വിശ്വസിക്കുന്നു. Hallelujah. Hallelujah. Okay, when you were praying, the Lord told me to tell you something. Or rather, I felt God was this. You needed this word. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വചനം തരണമെന്ന്. Especially for Amama. Jesimamakku vendi, but it's for everybody. ജസിമാമയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ we are not ordinary people. നമ്മൾ സാധാരണ മനുഷ്യരല്ല. We are a prophetic people. നമ്മൾ പ്രവചനപരമുള്ള മനുഷ്യരാണ്. Okay, we are a prophetic people. നമ്മൾ പ്രവചിക്കുന്ന മനുഷ്യരാണ്. Church, we are a prophetic people. സഭയെ നമ്മൾ പ്രവചിക്കുന്ന മനുഷ്യരാണ്. Every born again believer baptized in the Holy Spirit is a prophetic believer. വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിച്ച എല്ലാവരും
പ്രവചനവരം ഉള്ളവരാണ്. അല്ല മോനെ, പ്രാവചനികമായ ജനമാണ്. പ്രവചനവരം വേറെ, പ്രാവചനികമായ ജനമാണ്. അതിന് തക്കവണ്ണം മലയാളം ഇല്ല, ബൈബിളിൽ ഇല്ല, വാക്കില്ല. ഓക്കെ, പ്രൊഫറ്റിക്. അതിന്റെ അർത്ഥം യു നോ വാട്ട് ഇറ്റ് മീൻസ്? യു ക്യാൻ എക്സ്പെക്ട് മിറക്കിൾസ് എവറി ഡേ. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ എല്ലാ ദിവസവും പ്രതീക്ഷിക്കാം. Now I'm going to tell the whole church. ഞാൻ സഭയോട് മുഴുവനായി പറയുകയാണ്, expect good things and great things every day. നല്ല കാര്യങ്ങളും വളരെ അത്ഭുത കാര്യങ്ങളും നമ്മൾ എന്നും പ്രതീക്ഷിച്ചുകൊണ്ട്, because we are a prophetic people. നമ്മൾ പ്രാവചനികമായ ജനമാണ്. Hallelujah. Moses led a prophetic people. മോശ ഒരു പ്രാവചനികമായ ജനത്തെയാണ് നയിച്ചത്. Why do you call them prophetic? എന്തുകൊണ്ടാണ് നമ്മൾ അവരെ? because the promise of God was upon this people. ദൈവത്തിന്റെ പ്രോമിസ്, ദൈവത്തിന്റെ വാഗ്ദത്തം അവരുടെ മേലുണ്ടായിരുന്നു. ചില മലയാളം ഇംഗ്ലീഷ് അതുപോലെ തന്നെ പറഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് അറിയാൻ മേലാത്ത. ഓക്കെ, God had promised their forefathers, I will release them from Egypt. അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവം വാഗ്ദത്തം ചെയ്ത് അവരെ ഈജിപ്തിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും. And because the promise of God was upon them, they were a prophetic people. ദൈവത്തിന്റെ വാഗ്ദത്തം അവരുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവര് പ്രാവചനികമായ ജനമായിരുന്നു. As for us, അതുപോലെ നമ്മൾക്കും we are a promise fulfilled people. നമ്മളും വാഗ്ദത്തമുള്ള നിറഞ്ഞ ജനമാണ്. വാഗ്ദത്തം നിവർത്തിയാക്കപ്പെട്ട ജനമാണ്. That means you don't have to wait for a promise. It is already fulfilled in Christ. നമ്മൾക്ക് വേറൊരു വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. അത് ഓൾറെഡി നിവർത്തിച്ചു കഴിഞ്ഞു. Hallelujah. We are in the fulfilled promise. നമ്മള് വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ട ജനമാണ്. Hallelujah. So we are a prophetic people. നമ്മള് പ്രാവചന ജനമാണ്. So don't wait for 10 days before you get your miracle. The miracle is already here. നമ്മൾ അത്ഭുതങ്ങൾ നടക്കുന്നതിന് 10 ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ല. അത് ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. Hallelujah. Don't say after 20 days I will be healed. Right now you are healed. ഒരിക്കലും നമ്മൾ 20 ദിവസം കഴിയുമ്പോൾ ഞാൻ സൗഖ്യമാകുമെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി സൗഖ്യമായി കഴിഞ്ഞു. The actualization may take 5 or 6 days, depending on your ability or depending on your willingness. God has already delivered you. നമ്മളുടെ തയ്യാറെടുപ്പിനെ നമ്മൾ സ്വീകരിക്കുന്ന അനുസരിച്ച് അത് താമസിക്കുന്നേ ഉള്ളൂ. ദൈവം ഓൾറെഡി അത് വിടുതൽ തന്നു കഴിഞ്ഞു. This morning when she was praying, Leela Mama was praying, ഇന്ന് രാവിലെ ലീല മാമ പ്രാർത്ഥിച്ചുകൊണ്ട് the Lord said you are already free. ദൈവം പറഞ്ഞു നിങ്ങൾ അമ്മാമ ഓൾറെഡി ഫ്രീ ആയി കഴിഞ്ഞു. Because you are free, or because Jesus has set you free, you will see that liberty or deliverance in different areas of your life. Because Jesus has to deliver you. He has already delivered you. Because you are delivered, you shall be free. You shall see freedom. യേശു നമ്മളെ ഓൾറെഡി വിടുതൽ തന്നു കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മളെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നമ്മളത് ഉടനെ തന്നെ കാണുവാൻ നമുക്ക് സാധിക്കും. We have to believe this so that the power of the Lord, Spirit of the Lord can come upon you. നമ്മളിത് പൂർണ്ണമായി വിശ്വസിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുവാൻ. Okay, are you ready? I'm going to show you something here. നിങ്ങൾ റെഡിയാണോ? ഞാൻ ഒരു കാര്യം കാണിക്കാൻ പോകും. All right, see this. Can you see this? Is it clear? This is the cross. This is the cross. Okay, till the time of Jesus' death on the cross, all mankind was under sin, curse, bondage, etc., etc. Okay, യേശു കുരിശിൽ മരിക്കുന്നത് വരെ മനുഷ്യർ പാപത്തിന്റെയും ശാപത്തിന്റെയും കെട്ടുകളുടെയും പിടിപാടിലായിരുന്നു. This is clear to you. A man came. ദൈവം വന്നു. Man came. മനുഷ്യൻ വന്നു. A man who was complete and perfect. ഒരു കംപ്ലീറ്റും പെർഫെക്റ്റുമായ പൂർണ്ണനായ മനുഷ്യൻ. വന്നു. And he was hung on the cross. അദ്ദേഹം കുരിശിൽ തറയ്ക്കപ്പെട്ടു. When he died on the cross, അദ്ദേഹം കുരിശിൽ മരിച്ചപ്പോൾ God put the sin, the curse, the bondages, everything on him. അദ്ദേഹം കുരിശിൽ മരിച്ചപ്പോൾ പാപവും മനുഷ്യന്റെ ശാപവും മനുഷ്യന്റെ കെട്ടുകളും എല്ലാം യേശുവിന്റെ മേൽ ആ മനുഷ്യൻ. Is it clear to you? This is what we believe. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. With all the sin and curse and bondage, this perfect man went to Hades, to hell, to Hades. ഈ പാപങ്ങളും ശാപങ്ങളും കെട്ടുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ മനുഷ്യൻ പാതാളത്തിലേക്ക് ഇറങ്ങി. പാതാളത്തിലേക്ക് പോകും. So let us say Jesus, the man, God help us Lord, we love you. Let's say Jesus was here in Hades. നമ്മൾക്ക് ജീസസ് പാതാളത്തിലാണെന്ന് സങ്കല്പിക്കാം. Is it clear to you?
Okay. Now God's power came and lifted Jesus. The power of resurrection came and lifted Jesus up. കർത്താവിന്റെ ശക്തി യേശുവിന്റെ മേൽ വന്ന് യേശുവിനെ ഉയർത്തുവാനിടയായി. Now this man, ഈ മനുഷ്യൻ without sin, curse and bondage, is now with the Father at the right hand side. ഇപ്പോൾ ഈ മനുഷ്യൻ പാപവും ശാപവും കെട്ടുകളും ഇല്ലാതെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. Okay. Father and Son are here. Jesus, the Son, is here. He does not have sin, curse and bondage on him anymore. യേശു ഇപ്പോൾ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ഇപ്പോൾ യേശുവിന് പാപവും ശാപവും കെട്ടുകളും ഒന്നുമില്ല. Now, any man from here, any man under a sin, curse or bondage, if he believes in the Lord Jesus Christ, he will be set free from sin, curse and bondage. ഏത് മനുഷ്യനും പാപത്തിന്റെയും ശാപത്തിന്റെയും കെട്ടിന്റെയും പിടിപാടിലിരിക്കുന്നു, ആ മനുഷ്യൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവരും യേശുവിനോട് കൂടി സ്വർഗത്തിലായിരിക്കാനിടയാകും. Okay, he will be set free from the bondages. കെട്ടുകളിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാകും. We have to believe. നമ്മൾ വിശ്വസിക്കണം. And God's faith to us also is there. ദൈവത്തിന്റെ വിശ്വാസം നമ്മളുടെ മേലുണ്ട്. God believes on us. ദൈവം നമ്മളിൽ വിശ്വസിക്കുന്നു. And faith, we take up that faith. നമ്മൾ ആ വിശ്വാസം ഏറ്റെടുക്കുന്നു. And at that moment onwards, we are set free. ആ നിമിഷം മുതൽ നമ്മൾ സ്വതന്ത്രരായി. But where was all this completed? എവിടെയാണ് ഇതെല്ലാം കംപ്ലീറ്റ്? It was completed on the cross. ഇത് കുരിശിലാണ് ഇതെല്ലാം കംപ്ലീറ്റ്. So you who are born again, because of your faith and because of the faith of God, you are seated at the right hand side of God. വിശ്വാസത്താൽ നമ്മൾ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. And when you are seated at the right hand side of God, നമ്മൾ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുമ്പോൾ sin, പാപം, sickness, രോഗം, bondages, കെട്ടുകൾ, these have no authority over us. ഇതിനൊന്നും നമ്മുടെ മേൽ അധികാരമില്ല. Did you get that picture correctly? ആ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലായോ? Man, let us imagine God, the Son is here, and we who believe, we are here in his heart. പിതാവ് ഇവിടെ ഇരിക്കുന്നു, പുത്രൻ വലതുഭാഗത്തിരിക്കുന്നു. നമ്മൾ പാപങ്ങളും രോഗങ്ങളും ശാപങ്ങളും ഒന്നുമില്ലാത്ത നമ്മൾ കർത്താവിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. God the Father, on the right hand side is Jesus the Son, and in Christ is us, the church, or those who believe. ദൈവം സ്വർഗത്തിലിരിക്കുന്നു, പിതാവിന്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നു. നമ്മൾ യേശുവിലായിരിക്കുന്നു, പാപങ്ങളും രോഗങ്ങളും ശാപങ്ങളും ഇല്ലാതെ. But still we do feel it sometimes, don't we? എന്നാലും നമ്മൾക്ക് ചില സമയത്ത് അത് ഫീൽ ചെയ്യും. We feel sickness in our body, isn't it? നമ്മുടെ ശരീരത്തിൽ നമുക്ക് രോഗങ്ങൾ. Don't feel condemned about it. Every time you feel a sickness or a problem in your body, because Jesus has already set you free in the spirit, you will also be set free in the body. നമ്മൾക്ക് പലപ്പോഴും രോഗങ്ങളും അത് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, ദൈവം നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ സ്വതന്ത്രരാണ് എന്ന് വിശ്വസിക്കണം. Our spirit is free. നമ്മളുടെ ആത്മാവ്, നമ്മളുടെ സ്പിരിറ്റ് സ്വതന്ത്രമായിരിക്കുക. Because our spirit is free. നമ്മളുടെ ആത്മാവ് സ്വതന്ത്രമായിരിക്കുന്നതിനാൽ, because our spirit is free, നമ്മളുടെ സ്പിരിറ്റ് ഫ്രീ ആയിരിക്കും. Our mind will also be set free. Our soul will be set free. നമ്മുടെ മനസ്സ്, നമ്മുടെ ദേഹവും എല്ലാം ഫ്രീ ആയിരിക്കും. When our mind is free, our body will be completely free. നമ്മളുടെ മനസ്സ് സ്വതന്ത്രമാകുമ്പോൾ നമ്മുടെ ശരീരം പരിപൂർണമായി സ്വതന്ത്രമാകും. Now some of you, let me tell you this. ചിലരോട് ഞാൻ ഇങ്ങനെ പറയട്ടെ, why doesn't God heal our body completely like he healed our spirit? എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ കർത്താവ് പരിപൂർണമായി സൗഖ്യം തരുന്നില്ല? Because this is temporal. ഇത് കാരണം താൽക്കാലികമാണ്. God is going to lose it, just like you take your old cloth and put it in the this won't even be put in the wash bin, he'll just throw it off. ദൈവം എടുത്ത് നമ്മൾ താൽക്കാലികമായി നമ്മളിതിൽ നമ്മൾ വിശ്വസിക്കുന്ന പോലെ താൽക്കാലികമായി നമ്മളിൽ വസിക്കുന്നു. ദൈവം എടുത്ത് മാറ്റി എടുത്ത് a new body is being prepared for you. പുതിയ ഒരു ശരീരം നമുക്ക് വേണ്ടി അവിടെ തയ്യാറാക്കപ്പെട്ടു. Same spirit, same soul, but a new body. സെയിം ദേഹവും ദേഹിയുമാണ്, പക്ഷേ പുതിയൊരു ശരീരം നമുക്ക്. Hallelujah. So he is just asking you guys, hold on in faith till I come. ദൈവം നമ്മളോട് പറയുന്ന വരികയേ ഉള്ളൂ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, ഞാൻ വരുവോളം. Because don't worry about the body. നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. Small pain, small backache, don't make it a big problem. ചെറിയൊരു നടുവേദനയും ചെറിയൊരു പെയിനും ഇതൊന്നും നമ്മൾ വലിയൊരു കാര്യമാക്കണം. Don't focus on this body thing. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ കൂടുതൽ take care. I will take care of it. ഞാനത് ടേക്ക് കെയർ ചെയ്യുന്നതാണ്. Let me do it.
Let me do it. എന്നെ ചെയ്യാൻ അനുവദിക്കുക. This morning, some of you are so concerned about your body. ഇവിടെ പലരും നമ്മളുടെ ശരീരത്തെക്കുറിച്ച് വളരെയധികം വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുക. There is a bondage developed in your life which Jesus doesn't want you to have. ഒരു ബോണ്ടേജ്, ഒരു ബന്ധനം പോലെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. In Jesus' name, you have been set free. Receive the freedom now in Jesus' name. യേശുവിന്റെ നാമത്തിൽ നമ്മൾ സ്വതന്ത്രരാക്കപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മൾ റിസീവ് ചെയ്യുക, നമ്മൾ വിശ്വസിക്കുക. Your mind is always focused on you and your body. നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. Some of us are always focused on our personality. നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ ചില സമയം. What will people think about me? മറ്റുള്ളവർ എന്നെ കുറിച്ച്, what people's opinion? മനുഷ്യരുടെ അഭിപ്രായങ്ങൾ. These are all bondages, people of God. ഇതൊക്കെയും ഒരു ബന്ധനം. You are set free in Jesus' name. നമ്മൾ യേശുവിന്റെ നാമത്തിൽ On the cross you were set free. കുരിശിൽ നമ്മൾ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ്. Because you were free on the cross, your mind is also being freed now. Because your mind is free, your body is free. Because your body is free, your circumstance also is free. നമ്മൾ കുരിശിൽ സ്വതന്ത്രരാക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സ് സ്വതന്ത്രമാണ്, നമ്മുടെ മനസ്സ് സ്വതന്ത്രമാണ്, നമ്മുടെ ശരീരം സ്വതന്ത്രമാണ്, നമ്മുടെ ശരീരം സ്വതന്ത്രമാണ്, മറ്റുള്ള എല്ലാത്തിലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. When you have this freedom, the power of the Lord will come. The Holy Spirit will come and rest upon you. ഈ സ്വാതന്ത്ര്യത്തിന്റെ ഇത് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ അത് വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്ന് നമ്മൾക്ക് പരിപൂർണ സമാധാനം തന്ന് നമ്മളെ സമാധാനിപ്പിക്കും. If you really look into your body, there'll be some aches or pains or something you don't like, or there can be something all the time. But if you keep on focusing on that 24/7, the only thing you will be looking at is your body, and your mind begins to become a bondage. That is all you can think of. That is all you can hear. That is all you want to talk about. People of God, we have been called to look into the perfect law of liberty and be freed in Jesus' name. നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കാണും, വേദനകളോ പനിയോ അസുഖമോ എന്തെങ്കിലും കാണും. നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ ശ്രദ്ധ വെക്കുവാൻ കഴിയുന്നതല്ല. അത് നമ്മൾക്കൊരു ബന്ധനമായി ഒരു ബോണ്ടേജായി കിടക്കും. അത് മാറി സ്വതന്ത്രരാകുവാൻ വേണ്ടി നമ്മളെപ്പോഴും യേശുവിന്റെ നാമത്തിൽ ഇതൊക്കെ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. That is what God is looking for. അതാണ് ദൈവം നോക്കുന്നത്. God is not looking for your perfection or your beauty. God says, I want to pour out my spirit on whoever is willing to look at my son, that I may use you powerfully in the days to come. ദൈവം നമ്മളുടെ വ്യക്തിത്വത്തെയോ നമ്മളുടെ സൗന്ദര്യത്തെയോ ഒന്നുമല്ല നോക്കുന്നത്, നമ്മളുടെ സമർപ്പണത്തെയാണ് നോക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ ഇത് സ്വീകരിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ദൈവം നോക്കിക്കൊണ്ട്. Because the Holy Spirit is capable of setting things right for you. പരിശുദ്ധാത്മാവ് നമ്മളുടെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ്. Shall I tell you a secret why many people lose their anointing? It is because they focus too much on other things. നമ്മളുടെ അഭിഷേകം നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്നത് എന്താണെന്ന് അറിയാമോ? കാരണം നമ്മളുടെ ശ്രദ്ധ വേറെ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിക്കുന്നത്. You are focusing on the things of the world. നമ്മൾ ലോകത്തിന്റെ കാര്യങ്ങളാണ് ശ്രദ്ധ. You are focusing on a generation. നമ്മളുടെ തലമുറയാണ് നമ്മൾ. When God has already given you a promise about your children, about your job, about your money, about all that you require, you're still focusing on these things. God said, don't look at these things. Look at me. I will provide. I have provided. ദൈവം നമ്മളുടെ പണത്തെയും ജോലിയെക്കുറിച്ചും ഒക്കെയും നമ്മൾക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. ഇതൊക്കെയും ഞാൻ നോക്കിക്കൊള്ളാം. അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്ന ദൈവമാണ്. Hallelujah. I will be filled with the Holy Spirit today. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. Church, let us ask God for a new anointing. നമുക്ക് ദൈവത്തോട് പുതിയൊരു അഭിഷേകം. A fresh anointing must come and rest upon you. പുതിയൊരു അഭിഷേകം നമ്മുടെ മേൽ വന്ന് വസിക്കും. And this is what the Lord has told me this morning. ഇതാണ് ദൈവം എന്നോട് ഇന്ന് രാത്രി. The Spirit of the Lord shall rest upon him. This is about Jesus Christ our Lord. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. And this is the same thing God wants a church to have. ഇത് തന്നെയാണ് നമ്മൾ സഭയ്ക്കും വേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. And this is what God wants each one of us to have. നമ്മൾ ഓരോരുത്തർക്കും ഇത് വേണമെന്നാണ്. How many of you like this? Number one, I want the Spirit of the Lord to rest upon me. എന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. What is the difference between resting and coming and going? റെസ്റ്റ് ആവസിക്കുന്നതിനും വന്നു പോകുന്നതിനും തമ്മിൽ എന്താണ് വ്യത്യാസം? You know, just like a visiting pastor and a guest pastor and a local pastor. ഒരു വിസിറ്റിംഗ് പാസ്റ്ററും നമ്മളുടെ സഭയിലുള്ള ലോക്കൽ പാസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം. The visiting pastor will come, he'll heal people, he'll preach the word of God, he goes, that's all. വിസിറ്റിംഗ് പാസ്റ്റർ വന്ന് നമ്മളെ പ്രവചനങ്ങൾ തന്ന് നമ്മളെ സൗഖ്യപ്പെടുത്തി രോഗസൗഖ്യങ്ങളും ഒക്കെ തന്ന് അടുത്ത നിമിഷം അദ്ദേഹം കടന്നു പോകും. His job is for 3 hours. അദ്ദേഹത്തിന്റെ ജോലി 3 മണിക്കൂർ. Local pastor is 24/7. ലോക്കൽ പാസ്റ്റർ 24/7. And still the local pastor keeps himself active and alive because of the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലാണ് നമ്മളുടെ പാസ്റ്റർ ആക്റ്റീവായും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. In the same way,
അതുപോലെ തന്നെ There is a local pastor who wants to be with you all the time. ഒരു ലോക്കൽ പാസ്റ്റർ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകാൻ He ആഗ്രഹിക്കുന്നു. doesn't want to come and go. അദ്ദേഹത്തിന് വന്നു പോകേണ്ട, He wants to rest in you, live in you. അത് നിങ്ങളുടെ മേലെ ആവസിക്കുവാനും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാനും ആഗ്രഹിക്കുന്നു. I want to think about Noah. Remember Noah? നോയയുടെ കാര്യം അറിയാമല്ലോ. Noah sent 2 birds. നോഹ 2 പക്ഷികളെ അയച്ചു. The first one was the raven, Malangaka. മലങ്കാക്കയായിരുന്നു. What happened to the raven? മലങ്കാക്കയും സംഭവിച്ചു. Nothing happened to the raven. Nothing happened. He never came back. അത് തിരികെ വന്നതല്ല. Hallelujah. But look at the dove he sent. പ്രാവിനെ അയച്ചതിനെ കുറിച്ച് It came back to him. അത് തിരികെ വന്നു. Hallelujah. What does that tell us? അതെന്താണ് പറയുന്നത്? The raven must have found some putrefying or dirty animal and it was happy. മലങ്കാക്ക വൃത്തികെട്ട എന്തെങ്കിലും ഭക്ഷണപാത ഇത് കണ്ടു കാണും, അത് സന്തോഷത്തോടുകൂടി അവിടെ തന്നെ താമസിക്കാൻ. But the dove went out into the deluge, into the flood. The flood had just come down. There were dirty, stinking bodies all over there. The dove looked all around and no. പ്രാവ് വെളിയിൽ പോയപ്പോൾ വളരെയധികം വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സ്ഥലത്ത് വളരെ നാറ്റവും അത് ഇതെല്ലാം വമിക്കുന്നത് കണ്ട് പ്രാവിനെ ഇഷ്ടപ്പെടാതെ തിരികെ വരും. Yeah, because it's a clean bird. അതൊരു ക്ലീൻ ബേർഡ് ആണ്. That shows us the Holy Spirit. അതാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit says, I like to dwell there. ഞാൻ അവിടെ Where? In clean places. വിശുദ്ധിയുള്ള A സ്ഥലത്ത്. crow lives anywhere. കാക്ക എവിടെ വേണമെങ്കിലും. Yeah, no problem. അതിനൊരു വിഷയമല്ല. Hallelujah. But the Holy Spirit says, I want a place where I can put my foot. പരിശുദ്ധാത്മാവ് എനിക്കൊരു സ്ഥലം വേണം, എനിക്കൊരു സ്ഥലം, വിശുദ്ധിയുള്ള ഒരു സ്ഥലം വേണം എനിക്ക് വസിക്കുവാൻ. Hallelujah. That is why before the time of Jesus, the Holy Spirit did not find any good place. He would come upon occasionally on people like the prophets and the kings. But even then, apart from the anointing, they were just living ordinarily, killing people, committing adultery, all kinds of dirty things, looking at women with lust, looking at men with lust, all kinds of dirty people. The Holy Spirit came, did the work, and he said, all right. But in the new covenant, somebody came. If you believe in him, you are clean forever. ഇതാണ് യേശുക്രിസ്തുവിന് മുമ്പ് പരിശുദ്ധാത്മാവ് പരിപൂർണമായും സ്ഥിരമായും എങ്ങും വസിക്കുവാൻ സാധിക്കാൻ വന്ന് കാര്യങ്ങൾ ചെയ്തു. പരിശുദ്ധാത്മാവ് തിരികെ പോകാൻ. പക്ഷേ യേശു വന്നു കഴിഞ്ഞപ്പോൾ തിരുരക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കുവാനിടയായി വിശുദ്ധിയുള്ള സ്ഥലമുണ്ടെന്ന് ഇപ്പോൾ പരിശുദ്ധാത്മാവിന് മനസ്സിലായതുകൊണ്ടാണ് സ്ഥിരമായി നമ്മിൽ വസിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. And now it is your birthright to live with the Holy Spirit of God. ഇത് നമ്മുടെ ജനനം മുതലുള്ള നമ്മളുടെ റൈറ്റ് ആണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ എപ്പോഴും ആവസിക്കേണ്ടത്. Somebody should know this truth today. മറ്റുള്ളവർ നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കണമെന്ന്. That God wants the Holy Spirit to live with you who have accepted Jesus. യേശുവിനെ സ്വീകരിച്ച് രക്ഷിതാവായി സ്വീകരിച്ചവരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God desires it. ദൈവം ആഗ്രഹിക്കുന്നത്. That is why God wants to live with us, Emmanuel, God with us. അതാണ് ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഇമ്മാനുവൽ എന്നാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് ദൈവം നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Jesus made all the difference. ദൈവം യേശു എല്ലാം ഡിഫറൻസ്. When the devil comes and says he is not perfect, Jesus says I am his perfection. പിശാച് വന്ന് പറയും അവൻ പെർഫെക്റ്റ് അല്ല, അവന് ആ കുറവുണ്ട് ഈ കുറവുണ്ട്. പക്ഷേ യേശു പറഞ്ഞു അവനെ എന്നിൽ വിശ്വസിക്കുന്നതുകൊണ്ട് പരിപൂർണ്ണ. Devil comes and says that sister is not perfect, is not righteous. Jesus says I am her righteousness. പിശാച് വന്ന് പറയും ആ സഹോദരി നീതിയില്ല ശുദ്ധിയില്ല എന്ന് പറയും. പക്ഷേ യേശു പറയുന്നു ആ സഹോദരി നീതിയുള്ളതാണ്, വിശുദ്ധിയുള്ളത്. The devil will say that sister is an idiot. പിശാച് പറയും ആ സിസ്റ്റർ ഒരു പൊട്ടിയാണ്. The Holy Spirit says Jesus says I am her wisdom. യേശു പറയുന്നു ഞാനാണ് അവരെ വീണ്ടെടുക്കുന്നത്. Because Jesus said that, യേശു അത് പറഞ്ഞതുകൊണ്ട് the Holy Spirit comes and dwells upon people. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് ആവസിക്കുന്നു. Hallelujah. Now I'm going to show you something again. Is this helping you, people of God? If it is not helping, we can donate it to somebody. That's why I'm asking. We spend a lot of money for this. I don't want to waste this. We can give it to some, donate. No, seriously, but this should help you. Okay, I'm trying different ways to reach you out. Somebody said hallelujah. Hallelujah. All right, look at this. Before the time of Jesus, this is the Godhead. This is God. Let us say this is God. And this is the fallen man. You can see that, okay? And man was completely cut off from God.
മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പരിപൂർണമായി വേർപെട്ടിരിക്കുകയായിരുന്നു. No connection. ഒരു കണക്ഷനുമില്ലായിരുന്നു, ഒരു ബന്ധവുമില്ലായിരുന്നു. Curse. ശപിക്കപ്പെട്ടത്. Hallelujah. God, the first person God raised up was Abel. ദൈവം ആദ്യം ഉയർപ്പിച്ചത് ഹാബേലിനെയാണ്. A little bit of the Godhead, or I am calling it a little bit of Christ, was here in Abel. യേശുവിന്റെ ചെറിയൊരു അംശം ഏബൽ മേലുണ്ടായിരുന്നു. But Abel could not contain it completely. ഹാബേലിനത് പരിപൂർണമായി ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. He irritated his brother Cain, and Cain killed him. Did you know that? കെയിനെ കുറച്ച് ദേഷ്യപ്പെടുത്തുവാനിടയായ കെയിൻ അവനെ കൊല്ലുവാൻ. Did you know why Cain killed Abel? കെയിൻ എന്താണ് ഹേബലിനെ കൊന്നതെന്ന് അറിയാമോ? ആബേലിന് ഈ ചൊറിയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, അതുകൊണ്ട്. So it is in the Bible. I'll show it to you. Abel said that he was very righteous fellow. It happened after the sacrifice. And Abel had this holier than thou attitude. You know, I am holier than thou. See, God looked at I am very anointed man. You don't know anything. That attitude was there in Abel. That is what irritated Cain to kill him. I'll prove it to you later, not now. ഹാബേൽ വളരെ നീതിയുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് വിശുദ്ധിയുള്ള മനുഷ്യനാണ് എന്നുള്ള ഒരു വിചാരമുണ്ടായിരുന്നു. അത് കൈനെ ചൊടിപ്പിക്കാനിടയായി. അതുകൊണ്ടാണ് ഹാബേലിനെ കൊല്ലുവാനിടയായി. So Abel, who was under Christ, had, let us say, one drawback. Okay, one negative, -1. Okay. ഹാബേൽ യേശുവിന്റെ അടിയിലുണ്ടായിരുന്ന ഹാബേലിന് ഒരു ഡ്രോബാക്ക് ഉണ്ടായിരുന്ന ചിന്തിക്കുക. Okay, and then ക്രിസ്തുവിന്റെ കീഴിൽ. Okay. ക്രിസ്തുവിന്റെ കീഴിൽ. Okay, then after Abel, God raised up who? Hanok. ഹാനോക്കിനെ, അതിനുശേഷം ഹാനോക്കിനെ ദൈവം ഉയർപ്പിച്ചു. Okay. What is the negative point about Enoch? ഹാനോക്കിനെ കുറിച്ചുള്ള എന്താണ്? Enoch lived 300 years without God. 300 വർഷം ദൈവമില്ലാതെ. Oh no, sorry, 65 years without God. 65 വർഷം ദൈവമില്ലാതെ. So that was a negative in Enoch's life. അത് ഈനോക്കിന്റെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ്. Then God raised up Abraham. അതിനുശേഷം അബ്രഹാമിനെ ഉയർത്തുവാനിടയായി. Noah. Okay. Then God raised up Noah. നോഹയെ ഉയർത്തുവാനിടയായി. Yeah. What is the drawback of Noah? നോഹയുടെ കുറവെന്തായിരുന്നു? He was drunk. അദ്ദേഹം മദ്യപാനിയായിരുന്നു. And he was careless to behave like he was not behaving like a father. അദ്ദേഹം ഒരു പിതാവിനെ പോലെ അല്ല പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. And 3, he cursed his son. അദ്ദേഹം തന്റെ മകനെ ശപിക്കുവാൻ. -3 for Noah. -3 -3. Okay, Abraham. അബ്രഹാം. He was also under the law, under Christ. അദ്ദേഹം ക്രിസ്തുവിന്റെ അടിയിൽ കീഴിലായിരുന്നു. കീഴിലായിരുന്നു. But what is wrong with how many negative points can you give to Abraham? അബ്രഹാമിന് എത്ര നെഗറ്റീവ്? Many. Alacha, after he became, okay, you can take that. Number 1, idol worshipper. വിഗ്രഹാരാധിയായിരുന്നു. Number 2, never loved his wife. ഭാര്യയെ സ്നേഹിക്കാത്തവനായിരുന്നു. Number 3, never supported his wife. ഭാര്യയെ സപ്പോർട്ട് ചെയ്യാത്ത. Number 4, he did the same mistake twice. ഒരേ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുവാൻ. So let us give the poor man some grace, -5. നമുക്ക് ഇച്ചിരി വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാം. അവര് -5 കൊടുത്താൽ മതി. After Abraham came who? എബ്രഹാമിന് ശേഷം ആര് വന്നു? What was he was also under Christ, but what is the drawback of Isaac? ഐസക്കിന്റെ കുറവ് എന്തായിരുന്നു? Same mistakes, -5 plus another. He was also a coward. ഭീരുവായിരുന്നു. അദ്ദേഹം ഒരു ഭീരുവായിരുന്നു. അബ്രഹാമിന് സെയിം മിസ്റ്റേക്കുകൾ. -6. Now you take Jacob. യാക്കോബിനെ എടുക്കാം. ഒരു -90 കൊടുക്ക. -90 കൊടുക്ക. He was such a crooked fellow. വളരെ കുശാഗ്ര ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു. Very deceiver. Hallelujah. He was also under. Can you imagine these fellows under Christ? ഇതൊക്കെ കർത്താവിന്റെ കീഴിലായിരുന്നു. Now after then comes the children of Israel. അതിനുശേഷം ഇസ്രായേൽ മക്കൾ വരുന്നു. You know the problem with Judah. ജൂഡയുടെ പ്രശ്നം. He had so many negatives. ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. You know the problem with Joseph. ജോസഫിന്റെ ഏഷണിയുടെ ആശാനായിരുന്നു. He was a gossiper. ഗോസിപ്പറായിരുന്നു. Joseph. Yeah, spiritual pride. I am my father's pet. Spiritual pride. Okay. So all these fellows, and David, I don't have to tell you. David, we can give him a -100 pound. But he was somebody God loved very much. He was a man after my own heart. So the point is, my brothers and sisters, all these people under Christ, they were not perfect. There was something in their flesh that was active also. യേശുവിന്റെ കീഴിലായിരുന്ന ഇവരൊക്കെ എല്ലാവരും ആരും പെർഫെക്റ്റ് ആയിരുന്നില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായിരുന്നു. But now came a man. ഇപ്പോൾ ഒരു മനുഷ്യൻ വന്നു. He was perfect. അദ്ദേഹം പരിപൂർണനായി. How many marks will you give him? എത്ര മാർക്ക് നമുക്ക് കൊടുക്കാം? You will give him 200 out of 100. That won't be enough.
200 പോയിന്റ് കൊടുത്താലും because he was perfect as a man, he was perfect in every way. അദ്ദേഹം ഒരു മനുഷ്യനായും പരിപൂർണനായിരുന്നു, എല്ലായിടത്തും പരിപൂർണത He ഉണ്ടായിരുന്നു. never sinned even once. ഒരിക്കൽ പോലും പാപം He ചെയ്തിട്ടില്ല. never hated anybody. ആരെയും വെറുക്കത്തില്ല. He had no bad intention about anybody. ആരെക്കുറിച്ചും ഒരു പന്ന ഉദ്ദേശം He ഉണ്ടായിരുന്നില്ല. never spoke one bad word about anybody. Can you imagine that? ആരെക്കുറിച്ചും ഒരു പന്ന അഭിപ്രായം കർത്താവ് He പറഞ്ഞിട്ടില്ല. always spoke in love. അദ്ദേഹം എപ്പോഴും സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. And today, the Holy Spirit was maximum on him. The Holy Spirit loved, oh, I love to reside here. പരിശുദ്ധാത്മാവിന്റെ പരിപൂർണതയിൽ യേശുവിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന് ഇവിടെ വസിക്കുന്നത് വളരെയധികം സന്തോഷമുള്ള ഇതായിട്ടാണ് കാണുന്നത്. Up to this point, ഇപ്പോൾ വരെ we all know. നമുക്കറിയാം. But what I want you to know, ഇനിയും അറിയേണ്ട കാര്യം, the same level of purity is given to his church. ആ സെയിം വിശുദ്ധീകരണം നമ്മൾ സഭയ്ക്കും കൊടുത്തിട്ടുണ്ട്. Because we are born again, we are washed by that eternal blood. നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. അത് നമ്മളുടെ കർത്താവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. We are greater, more wise than Solomon is. നമ്മൾ ശലോമോനേക്കാളും ബുദ്ധിമാൻ. ജ്ഞാനികളാണ്. We are greater fighters than David. ദാവീദിനേക്കാൾ നമ്മൾ യുദ്ധവീരന്മാരാണ്. David failed inside, but he won outside. We win inside and outside. ദാവീദ് അകത്ത് പരാജയപ്പെട്ടവനായിരുന്നു. പക്ഷെ പുറമേ അദ്ദേഹം വിജയിച്ചെങ്കിലും നമ്മൾ അകത്തും പുറത്തും ജയിക്കപ്പെട്ടവരാണ്. You know, David failed inside because he could not keep his eyes from lusting. അദ്ദേഹത്തിന് കണ്ണുകള് ലസ്റ്റിൽ നിന്ന് മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. He kept on looking at that girl and fell in love with that girl, fell in lust with that girl. സ്ത്രീയെ നോക്കുവാനും ജഡമോഹത്തിൽ അവൻ വീണുപോയി. ജഡമോഹത്തിൽ വീണുപോകും. But did Jesus have temptation like that? യേശുവിന് അങ്ങനെ ടെംപ്റ്റേഷൻസ് ഉണ്ട്. Did Jesus have temptation like that? അത് കേട്ടാ മതി എനിക്ക്. യേശുവിനും അങ്ങനെയുള്ള പരീക്ഷ. But he overcame. അദ്ദേഹം അതിജീവിച്ചു. He never sinned even once. യേശു ഒരിക്കൽ പോലും പാപം ചെയ്തില്ല. The Bible says he was tempted at all points as we are, yet he did not sin. നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെ കർത്താവും ഈ ഭൂമിയിലായിരുന്നപ്പോൾ പരീക്ഷിക്കപ്പെട്ടു. But he never sinned. That is given to us, people of God, through the Holy Ghost. When you acknowledge this and accept it and believe it, the Holy Spirit says, that's a beautiful place I love to be. നമ്മൾ ഇത് മനസ്സിലാക്കി നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുകയും നമ്മളത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, നിങ്ങളിൽ വസിക്കുവാൻ എനിക്ക് വളരെയധികം സന്തോഷം. Because of Jesus, യേശുവിനാൽ the Holy Spirit comes upon us. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ, and the Holy Spirit rests upon us, lives with us forever. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവസിച്ച് നമ്മളോട് എപ്പോഴും ജീവിക്കുന്നു. You know, people who live in the Holy Spirit, they are so beautiful to be with. പരിശുദ്ധാത്മാവിന് കൂടെ ജീവിക്കുന്നവരോട് കൂടെ ജീവിക്കുന്നതിന് വളരെയധികം സന്തോഷമുള്ള കാര്യം. It's a joy. അതൊരു സന്തോഷമാണ്. Some days ago, I was speaking to an old man of God. He was one of the pioneer pastors of the IPC church. And he's about 74 or 75 years old. He's living in Boston. ബോസ്റ്റണിൽ ജീവിക്കുന്ന മുൻകാലങ്ങളിലുള്ള ഒരു ദേവദാസനുമായി കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കാനിടയായി. And I said, Pastor, can you pray for me? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പാസ്റ്ററോട് ചോദിച്ചു. He prayed. അദ്ദേഹം പ്രാർത്ഥിച്ചു. So there was no prophecy. ഒരു പ്രവചനവുമില്ലായിരുന്നു. No telling about my future. എന്റെ ഭാവിയെക്കുറിച്ച് ഒരു കാര്യങ്ങളും പറഞ്ഞു. Nothing about, no revelation of my past. എന്റെ ഭൂതകാലത്തെക്കുറിച്ച് ഒരു വെളിപ്പാടുകളും. A simple prayer I know that came from a holy life. ലളിതമായ ഒരു പ്രാർത്ഥനയായിരുന്നു, അതൊരു വിശുദ്ധ ജീവിതത്തിൽ നിന്ന് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. I treasure that prayer so much. ആ പ്രാർത്ഥനയെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. Many prophets have prayed over me. Many people have prayed healing over me. Many people have spoken deliverance over my life. But I love this prayer because it came from the heart of a man who lives in purity and holiness. പലരും എനിക്ക് വേണ്ടി പ്രവചിച്ചിട്ടുണ്ട്, എനിക്ക് വിടുതൽ കിട്ടുവാൻ വേണ്ടി പ്രവചിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലഘുവായ പ്രാർത്ഥന, വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനിൽ വന്ന ലഘുവായ പ്രാർത്ഥന ഞാൻ വളരെയധികം സ്വീകരിക്കുവാനുമാണ്. വളരെ I know that the Holy Spirit is happy to live with a man like that. പരിശുദ്ധാത്മാ അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് ജീവിക്കുവാൻ സന്തോഷിക്കുന്നുവെന്ന് എനിക്ക്. Hallelujah, church, God is calling you ദൈവം നിങ്ങളെ into holiness with Christ. ക്രിസ്തുവിലുള്ള വിശുദ്ധീകരണത്തിന് നിങ്ങൾ വിളിക്കുന്നു. If you have problems in some area of your life where you keep on slipping, today the Holy Spirit is telling you, take the grace of Jesus Christ that you may have the Holy Spirit living in you, resting upon you forever. നിങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകളും കുറ്റങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവിന്റെ നാമത്തിൽ അത് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. If you ask me, I'm okay. എന്നോട് ചോദിച്ചാൽ ഞാൻ എനിക്ക് എല്ലാം ഓക്കെയാണ്. എനിക്കൊരു കുറവുമില്ല. എനിക്കൊരു കുറവുമില്ല. I'm all right. But when the Holy Spirit looks, പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ, yeah, I want to come and rest on you, but that attitude you have, you need to change that. എനിക്ക് നിന്റെ മേൽ ആവസിക്കണമെന്നുണ്ട്, പക്ഷേ നിന്റെ ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റണം. I'm speaking not only for a child. You need to, for all of us, you need to, honor your wife. You love your wife, but you need to honor her. നിന്റെ ഭാര്യയെ സ്നേഹിച്ചാൽ മാത്രം പോരാ, ബഹുമാനിക്കുകയും വേണം എന്ന്. You don't see that. നമ്മളത് കാണുന്നില്ല. അല്ലല്ല, നീ അത് കാണുന്നില്ല. നീ അത് കാണുന്നു. But I see it. ഞാൻ കാണുന്നു. Hallelujah. If you want me to come and live in that home, then things should be according to my design. ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണം ഭവനത്തിന്റെ കാര്യങ്ങൾ പോകുന്നത്. When the Holy Spirit is residing in us, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ, He is the Lord, we are not the Lord. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ദൈവം, കർത്താവ്. കർത്താവ് അവനാണ് കർത്തൃത്വം നടത്തേണ്ടത്. Hallelujah. നമ്മളല്ല. Hallelujah. So He tells you, അത് പരിശുദ്ധാത്മാവ് പറയുന്നു, what should be your attitude? നിങ്ങളുടെ മനോഭാവം എന്താണ്? You should honor your husband. നിങ്ങളുടെ ഭർത്താവിനെ ബഹുമാനിക്കണം. You should honor your wife. നിങ്ങളുടെ ഭാര്യയെ You have no ബഹുമാനിക്കണം. business to shout and tell bad things about your wife in front of your children. നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ ഭാര്യയോടും No, മക്കളുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ കുറിച്ച് ദോഷം പറയരുത്, ഭാര്യയെ കുറിച്ച് പറയരുത്. ഭാര്യയെ കുറിച്ച് പറയാം. Maybe you are saying the right thing. നമ്മൾ പറയുന്നത് ശരിയായിരിക്കാം. Maybe you are saying it out of concern. നമ്മളുടെ വിചാരം കൊണ്ട് നമ്മൾ പറയുന്നതായിരിക്കാം. But never do that in front of the children. It's a wrong thing to do. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അത് പറയാൻ പാടില്ല. And the Holy Spirit says, I need to do some development there. എനിക്ക് കുറച്ച് ഡെവലപ്മെന്റ് അവിടെ ചെയ്യുവാനുണ്ട്, പ്രവർത്തികൾ ചെയ്യുവാനുണ്ട്. Hallelujah. The first time, are you translating for the first time? Yeah. First time? First time. Okay. He's much better than I thought. Thank you. I want you to know that it is not easy to translate. Achan knows that. You know that. Translation is not even like preaching. You have to wait for what the man is saying. You have to speak it out. Wait, and he's standing like this for such a long time. So, how many of you are able to receive it? So you should be praying and praising God. Keep on praising God. Keep on praising God. Let the atmosphere change here. Hallelujah. Hallelujah. In Jesus' name. Actually, the word is coming. വചനം വന്നുകൊണ്ടിരിക്കുകയാണ്. Some of you think, Pastor, where is that punch? എവിടെയാണ് പഞ്ച്, എവിടെയാണെന്നുള്ളത്. It's okay if I ask every time. Remember, if any translator, we ask the translator to sit down and we speak. We can speak with probably the punch. But I am interested in developing people also. Because you are mature people, as long as you get the word, that is good. Somebody said hallelujah. Hallelujah. വചനം കിട്ടുമ്പോൾ, വചനം നമ്മൾക്ക് കിട്ടുന്നത് തന്നെ നമ്മൾക്ക് എല്ലാം മനസ്സിലാവും. നമുക്ക് ആ പഞ്ച് എന്തുവാ, ഇടി, നിങ്ങൾക്ക് ആ ഉന്മേഷത്തോടുകൂടിയുള്ള ആ വചനത്തിന്റെ ആ പ്രസരിപ്പ് അങ്ങോട്ട് കിട്ടിയില്ലെന്നൊക്കെ ഇരിക്കും, പക്ഷെ ഒരാളെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം പറഞ്ഞാട്ടെ. Somebody said hallelujah. Awesome. If you stand here for about an hour or two, you can feel tired, and that can affect your delivery, but it is grace that keeps you. അതെ, കൃപയാണ് നമ്മളെ നിലനിർത്തുന്നത്. Yeah, praise the Lord. Somebody said hallelujah. Okay, we are talking about the Holy Spirit resting on you. നമ്മള് പരിശുദ്ധാത്മാവ് നമ്മളെ ആവസിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ. And we see that the Holy Spirit is not exactly finding fault with you. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കുറ്റമല്ല കണ്ടുപിടിക്കുന്നത്. He's saying, ask for more grace. കൂടുതൽ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ചോദിക്കും. That you may not criticize your husband in front of the children or wife in front of the children. You will not criticize the pastor. You will not criticize. Criticism, I tell you, people of God, is not a good thing. Get rid of it in Jesus' name. വിമർശന ബുദ്ധി, വിമർശന ഒരു സ്പിരിറ്റ് നമ്മളിൽ നിന്ന് മാറിപ്പോകാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഭർത്താവ് ഭാര്യയെ കുറിച്ചും, ഭാര്യ ഭർത്താവിനെ കുറിച്ചും, പാസ്റ്ററിനെ കുറിച്ചും, മറ്റുള്ളവരെ കുറിച്ചും ഒന്നും നമ്മൾ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് വിമർശിക്കുവാൻ പാടില്ല. ആ വിമർശനത്തിനെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ നിന്ന് വിട്ടുപോകാൻ പ്രാർത്ഥിക്കുകയാണ്. Somebody said hallelujah. Praise the Lord. Now some of us are weak in that area. നമ്മൾ ചിലർ അതിലെ ഒരു നമുക്ക് വീക്ക്നെസ് ഉണ്ട്. And we don't have to feel condemned about it. നമുക്ക് അതിന് കുറ്റബോധം പോലും തോന്നും. We have to go to God and say, Lord, it is true. I sometimes have a habit of cutting people. I want deliverance.
deliverance. നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ ചെന്ന് പറയണം, കർത്താവേ നീ പറഞ്ഞ സത്യമാണ്, ഇത് വിട്ടുപോകുവാൻ വേണ്ടി കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു, അത് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. God will give you deliverance. ദൈവം നിങ്ങൾക്ക് വിടുതൽ തരും. There are many areas in my life which I have run to God in crying, in tears. I said, Jesus, I don't want to be like this. Take away some character of mine, some nature of mine. He has been faithful. പല അവസരങ്ങളും ഞാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ എന്റെ സ്വഭാവങ്ങളിൽ ചില കാര്യങ്ങൾ നീ മാറ്റം വരുത്തിയേ പറ്റത്തുള്ളൂ എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അത് മാറ്റുവാനിടയായി. Now, why did I say that? എന്തുകൊണ്ടാണ് ഞാൻ? Because I want the Holy Spirit with me all the time. കാരണം പരിശുദ്ധാത്മാവ് എന്നോട് കൂടി എപ്പോഴും വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. Without Holy Spirit, we are all zeros. പരിശുദ്ധാത്മാവില്ലാതെ നമ്മൾ ഒന്നുമല്ല. Correct. What do we have, people? Without the Holy Spirit, we have nothing. പരിശുദ്ധാത്മാവില്ലാതെ നമ്മൾക്ക് എന്താണുള്ളത്? ഒന്നുമില്ല. The disciples were walking with Jesus. ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ നടക്കുകയായിരുന്നു. They knew all the theology and doctrine correctly. നിങ്ങൾ തിയോളജിയും ഡോക്ടറിനും ഇതെല്ലാം കറക്റ്റ് ആയിട്ട്. They had seen great miracles. അവര് വളരെയധികം അത്ഭുതങ്ങൾ കാണുവാൻ. After 3.5 years, Jesus is going. 3.5 വർഷത്തിന് ശേഷം യേശു പോവുകയാണ്. They were all crying. അവരെല്ലാം I കരയുകയായിരുന്നു. think Peter must have been crying day and night. പത്രോസ് രാവും പകലും കരയുക. John must have been crying. യോഹന്നാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. So close to heart of Jesus. അവരെല്ലാം ദൈവത്തിന്റെ ഹൃദയത്തോട് വളരെയധികം അടുത്ത് ജീവിച്ചവരാണ്. Hallelujah. But now Jesus has to go. ദൈവത്തിന് കർത്താവിനെ They were holding on to Jesus. We won't let you go. അവര് ദൈവത്തെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ നിന്നെ പോവാൻ അനുവദിക്കും. Jesus said, if I don't go, guys, the Holy Spirit is not going to come. ഞാൻ പോയില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരികയില്ല. The Holy Spirit has to come on you. കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവ്. Why? Brother sister, why did Jesus go and the Holy Spirit had to come down? Jesus could have lived even now, correct? Jesus, he had no sin, no sickness. He could have lived even today. Why did you tell me, why did Jesus go? Why did the Holy Spirit have to come down? എന്തുകൊണ്ട് യേശു പോയിട്ട്? Pray. When I tell you like that, pray. Let God reveal something to you. എന്തുകൊണ്ട്? That is number one. The Holy Spirit can be everywhere. പരിശുദ്ധാത്മാവ് എല്ലായിടവും വ്യാപരിക്കും. 2, tell me one more thing. Oh, good. You are coming part way. How is he going to lead you in every truth? എല്ലാ സത്യത്തിലും പരിശുദ്ധാത്മാവ് എങ്ങനെ നിങ്ങളെ നയിക്കും? How? Praise the Lord. നിങ്ങളുടെ മേൽ വസിക്കുന്നതുകൊണ്ട്. Because Jesus the man cannot live, may not live in you. Christ the Holy Spirit lives inside you. കർത്താവിനെ നിങ്ങൾ വസിക്കാൻ ഒക്കത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ടാണ്. Hallelujah. And he wants the Holy Spirit to be dwelling inside everybody's heart. ദൈവത്തിന് തന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്, എല്ലാ ഹൃദയങ്ങളിലും വസിക്കുന്നത്. Jesus came in the limitations of a man, didn't he? കർത്താവ് വന്നത് മനുഷ്യന്റെ ചില പരിമിതികൾ കൊണ്ടാണ്. Hallelujah. I know we have different points. I'll come to you. Jesus came as a man. He died as a man. God raised him up. Now the man Jesus is there interceding for us. അതെ, ദൈവം ഒരു മനുഷ്യനായി വന്നു. മനുഷ്യന്റെ പരിമിതികൾ കർത്താവിനുണ്ടായിരുന്നു. അതുകൊണ്ട് പല കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ കർത്താവ് പിതാവിന്റെ വലതുഭാഗത്ത്, യേശു പിതാവിന്റെ വലതുഭാഗത്ത് നമ്മൾ ഒരു മനുഷ്യനായി യേശു, you don't mind my saying it again, no? യേശു ഒരു മനുഷ്യനായി പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അത് മനുഷ്യനാണ്. But the Holy Spirit, he comes with the divinity of God upon your life, telling you that Jesus is divine and Jesus was human. Therefore you and me who are human, we have hope in living a divine life. Hallelujah. പരിശുദ്ധാത്മാവ് വിശുദ്ധിയോടുകൂടി നമ്മുടെ മേൽ വന്ന് നമ്മളുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് യേശു വിശുദ്ധനാണ്, നമ്മളും വിശുദ്ധിയിലും ജീവിക്കണമെന്ന് നമ്മളെ നിത്യം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. Hallelujah. I'm going to explain that again. The Holy Spirit came to talk to us about the divinity of God. ദൈവത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ച് പറയുവാനാണ് പരിശുദ്ധാത്മാവ്. Jesus came to show us that we can live a victorious life in a fallen state. നമ്മളുടെ വീഴ്ചയിലും നമ്മൾക്ക് വിജയകരമായ ഒരു ജീവിതം നയിക്കാമെന്ന് ക്രിസ്തു യേശു പറയുവാനാണ് വന്നത്. The Holy Spirit has come with the divinity of God. പക്ഷേ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ പരിശുദ്ധിയോട് കൂടിയാണ്. And he is inside you. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ transforming you, നമ്മളെ വ്യത്യാസപ്പെടുത്തി, cleansing you with the blood of Jesus. നമ്മളെ കർത്താവിന്റെ തിരുരക്തത്താൽ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Now we can walk like Jesus. നമ്മൾക്ക് കർത്താവിനെ പോലെ നടക്കുവാൻ, we can have the power of God upon us. കർത്താവിന്റെ ശക്തി നമ്മളുടെ മേലെ വരുവാൻ. അമ്മച്ചി സാവകാശം അമ്മച്ചിയുടെ മുറിയിൽ ഇരുന്നുകൊണ്ട് വാ തുറന്ന് യേശുവിന്റെ നാമത്തിൽ ഇവിടെ സമാധാനം ഉണ്ടാട്ടുന്ന ശാന്തമായി പറഞ്ഞാൽ മതി. അത് സംഭവിക്കും അവിടെ. In Jesus' name. Hallelujah. It will happen. I'm telling you, people of God, because the Holy Spirit lives in you. He is God himself.
പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, അത് ദൈവം തന്നെയാകുന്നു. Hallelujah. And that Spirit wants to rest upon you. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. When the Holy Spirit comes upon you, these are the things that are happening. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഈ കാര്യങ്ങളാണ് നടക്കുന്നത്. The spirit of wisdom and understanding. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. Who is wiser, Jesus or Solomon? Jesus. Hallelujah. Hallelujah. Jesus is wiser than Solomon, and that wisdom is upon you. ആ പരിജ്ഞാനം നിങ്ങളുടെ മേലുമുണ്ട്. Solomon had wisdom only to run his father's country. ശലോമോന് തന്റെ പിതാവിന്റെ രാജ്യം റൺ ചെയ്യാനുള്ള ബുദ്ധിയേ ഉണ്ടായിരുന്നുള്ളൂ. But Jesus had wisdom to run the entire universe or to run the entire world. He is the King of Kings and the Lord of Lords, and that is being given to the church saints. രാജാക്കന്മാരുടെ രാജാവായ കർത്താവിന് ഈ ലോകം മുഴുവൻ നടത്തുവാനുള്ള ജ്ഞാനമുണ്ട്. If you pray, the election in this country will go according to the will of the Lord. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ ഇപ്പോൾ നടക്കുവാൻ പോകുന്ന ഇലക്ഷൻ ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുക. Okay, I have to be fair. You said something. What is that? Why should the Holy Spirit come upon us? No, there is Christ inside you. Yeah, exactly. Yeah, exactly. You got it right. You must have the Holy Spirit because He alone can indwell in you. Same point. Awesome. And one more thing I want to tell you. When the Holy Spirit comes, somebody said He will lead you into all truth. അതെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ സത്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ Without the Holy Spirit, പരിശുദ്ധാത്മാവില്ലാതെ the truth will not be revealed. സത്യം വെളിപ്പെടുവാൻ Even today, the truth remains unrevealed or hidden for many people. പലർക്കും സത്യം വെളിപ്പെടാതെയും അവർക്കത് കാണുവാനിടയാകാതെയും പലരും ആ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. But when the Spirit of truth comes, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ, ആത്മാവ് വരുമ്പോൾ He shall teach you, He shall tell you, He shall reveal things to you. ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കുകയും വെളിപ്പാട് തരികയും ചെയ്യും. And the truth will set us free. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതെ. But He's God also. He was God. He was the Word of God. The Word also is God. He came down. He took on flesh as a man, perfect man without sin. He died. He went to Hades. The Holy Spirit, God the Father, raised him up, resurrected him. He's on the right hand side of the Father. Now, knowing all the infirmities and pain that we have gone through, therefore He is able to ever intercede for us. God the Father has a perfect standard. No. Pastor Shiju must not speak angrily. That is God's total desire. But Pastor Shiju might get angry. Then Jesus says, Daddy, I've been in that situation. I have also taught people who are disobedient, who chose to disobey me, but I was kind to them. I died for them. Shiju is depending on my grace. Give him one more chance. God the Father said, all right, for your sake, Jesus, I will give you Shiju one more chance. Did you understand the right picture? For your sake, my son, you were perfect. You followed me in everything. You depended on my grace. And you died. When I told you to die, you got on the cross. I resurrected you. For your sake, I will lift Shiju up. That is what God is telling you. Did you understand that? ഹല്ലേലൂയ. കർത്താവ് മനുഷ്യനായി പിറന്ന് മരിച്ച നമ്മൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മരിച്ച് അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി ഒരു മനുഷ്യരായ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കൂടെയും കർത്താവ് കടന്നുപോയി. അതുകൊണ്ട് കർത്താവിന് നമ്മളുടെ അവസ്ഥ അറിയാം. പക്ഷേ നമ്മൾക്ക് വേണ്ടി എപ്പോഴും പിതാവിന്റെ സന്നിധിയിൽ നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറ്റങ്ങളും കുറവുകളും വരുമ്പോൾ പിതാവ് പറയുമ്പോൾ കർത്താവ് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത കഴിക്കുകയാണ്. ഞാനും അവസ്ഥയിൽ കൂടെ കടന്നുപോയതാണ്. എനിക്ക് അവരുടെ അവസ്ഥ അറിയാം. ദൈവമേ നീ ക്ഷമിക്കണമേ, അവർക്ക് കൂടുതൽ കൃപ കൊടുക്കണമേ എന്ന് കർത്താവ് എപ്പോഴും നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, നമ്മൾ അഡ്വാൻറ്റേജ് എടുക്കാതെ നമ്മളെ കൂടുതലായി you make mistakes, you fall, nothing happens. Again, go and do it again and again. Say, Lord, you have been merciful to me. You have been kind to me. I want to prove that your death on the cross was worth it. നമ്മൾ അതിനെ ദുരുപയോഗപ്പെടുത്തുവാൻ ചെയ്യരുത്. വീണ്ടും വീഴുവാനും വീണ്ടും പാപങ്ങളിലേക്ക് പോകുവാനും വീണ്ടും ചെയ്യുവാൻ ഇടയാകരുത്.
വീണ്ടും വീണ്ടും കർത്താവെ നീ എന്നോട് കൃപയുള്ളവനാണ്, അത് ചെയ്യുവാൻ എനിക്കിടയാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. Hallelujah. So tonight, this morning, the Holy Spirit. ഈ പ്രഭാതവേളയിൽ പരിശുദ്ധാത്മാവ്, Not because of your holiness, but because of Jesus. നമ്മളുടെ വിശുദ്ധി കൊണ്ടല്ല, കർത്താവിനാൽ തന്നെ. Because you have accepted Jesus, നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. He's going to come upon you in a very special way. പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ ഒരു പ്രത്യേക Right now, let the Holy Spirit tell you the reasons why some of the things He wants to set right. എന്തുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടണമെന്ന് When പരിശുദ്ധാത്മാവ്. you hear this, immediately say, Lord, I ask you forgiveness. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ തന്നെ Let's stand up in the presence of God. പ്രാർത്ഥിക്കണം. Let's stand up in the presence of God. കേൾക്കാം. I'm going to call out some things. Don't think that I'm hitting you. I'm going to call out some general works of the flesh. If it is yours, just acknowledge it. ജഡത്തിന്റെ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ വെളിപ്പെടുത്തുവാൻ പോവാണ്. ആരെയും വിഷമിപ്പാനൊന്നുമല്ല. നമ്മൾ അത് ഏറ്റെടുക്കണം. If it is yours, you take it. നമ്മളുടെ ആണെന്നെങ്കിലും നമ്മൾ അത് ഏറ്റെടുക്കണം. Stubbornness. ദുശാഠ്യം. All right? Okay, this is some of the things which I generally see in the church. This is a time of cleansing. Stubbornness. If it is yours, yes. Spirit of lie. ഭോഷ്കിന്റെ ആത്മാവ്. What is a spirit of lie? എന്താണ് ഭോഷ്കിന്റെ ആത്മാവ്? When people tell you the truth, something inside you twists the truth. നമ്മൾ സത്യം പറയുമ്പോൾ നമ്മളുടെ അകത്ത് ചിലത് നമ്മൾ ആ സത്യത്തെ വളച്ചൊടിക്കുവാൻ ശ്രമിക്കും. And trying to hurt other people and ourselves. മറ്റുള്ളവരെ അത് ഹർട്ട് ചെയ്യുവാനും നമ്മളെ തന്നെ അത് ഹർട്ട് ചെയ്യുവാനും ഇടയാണ്. Unnecessarily taking meanings. ആവശ്യമില്ലാതെ അർത്ഥങ്ങൾ എടുക്കുന്നു. And hurting yourself. നമ്മളെ തന്നെ നമ്മൾ ഹർട്ട് ചെയ്യുന്നു. Unbelief. അവിശ്വാസം. Disregard for God's word. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ഏറ്റെടുക്കാതെ അതിനെ ഡിസ്റിഗാർഡ് ചെയ്യുക. These are some of the things. More things are coming. These are some of the things that God is not angry with you. He doesn't condemn you. But these things are kind of stopping you from enjoying this fruitful life. ദൈവം നമ്മളോട് ദേഷ്യപ്പെട്ടിരിക്കുകയല്ല, നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഈ ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തെ എൻജോയ് ചെയ്യുവാനും ബ്ലെസ്സിങ്സിന് തടസ്സമായി നിൽക്കുകയാണ്. Complaining is a spirit which I've seen among some people all the time. Complaining. എപ്പോഴും നമ്മൾ കംപ്ലൈന്റ്, കുറ്റം പറഞ്ഞ പരിതാപം പറച്ചിൽ all the time. That is not a prayer request. അതൊരു പ്രാർത്ഥന വിഷയമല്ല. It is a complaint, and God hates complaints. God says, don't bring your complaints to me. ദൈവത്തിന് നമ്മളുടെ എപ്പോഴും ഈ പരിതാപം പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. And another thing, one track mindedness. ഒരു രീതിയിലേ ചിന്തിക്കത്തുള്ളൂ. ഒരു രീതിയിലേ ചിന്തിക്കൂ. This is the way God should behave. ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. This is the way. Unless I see that happening, I don't believe. ഞാനത് കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല. People of God, let go. Let the Holy Spirit work. Let the Holy Spirit work. He is a God of love. He is giving us, or many of us, He is giving chances. Because He doesn't want you to go and fall into the pit. And forever our Jesus is interceding for us. And we should say, Lord, totally my mind belongs to you. Lord, I submit to the word. Lord, the Holy Spirit is mine as much as it belongs to Jesus. ദൈവമേ, പരിശുദ്ധാത്മാവ് എനിക്കും യേശു കർത്താവിനെ പോലെ എനിക്കും അവകാശപ്പെട്ടു. യേശുവിന് എത്രത്തോളം പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തോ അത്രത്തോളം തന്റെ സഭയ്ക്കും കൊടുക്കുവാൻ, നമുക്ക് ഓരോരുത്തർക്കും തരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് പ്ലാൻ ഉണ്ട്. പക്ഷെ ആർക്കത് വേണം? Whoever values it, He will give it to them. പരിശുദ്ധാത്മാവിനെ നമ്മൾ എത്രയധികം വിലമതിക്കുന്നു, എത്രയധികം ആഗ്രഹിക്കുന്നു, അത്രത്തോളം യേശുവിനെ പോലെ അത്രത്തോളം തരുവാൻ തയ്യാറുള്ള ഒരു പിതാവുണ്ട്. How many of you value the Holy Spirit over your comfort? നമ്മളുടെ സുഖ സൗകര്യങ്ങൾക്ക് മീതെ എത്ര പേർ പരിശുദ്ധാത്മാവിനെ? How many of you value the Holy Spirit over finances? നമ്മളുടെ പണത്തിന് മീതെ എത്ര പേർ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിലമതിക്കുന്നു? How many of you value the Holy Spirit over the love of people? മനുഷ്യരോടുള്ള സ്നേഹത്തെക്കാൾ നമ്മൾ എത്രമാത്രം പരിശുദ്ധാത്മാവിനെ വിലമതിക്കുന്നു? How many of you love Him more than anything else? എന്തിനേക്കാളും നമ്മൾ പരിശുദ്ധാത്മാവിനെ എത്രമധികം വിലമതിക്കുന്നു? He loves to come and live with you. നമ്മളിൽ വന്ന് ആവശ്യിക്കുവാൻ പരിശുദ്ധാത്മാവിന് വളരെയധികം. Hallelujah. Ask the Holy Spirit. പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. Don't even look at the profit of having the Holy Spirit, പ്രവാചകന്മാർക്കുള്ള പരിശുദ്ധാത്മാവ് വരുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങളെ പോലും നിങ്ങൾ ചിന്തിക്കാതെ, just receive Him as your good friend. He is your best friend.
നമ്മളുടെ അടുത്ത സുഹൃത്തും ഏറ്റവും നല്ല സുഹൃത്തുമായി പരിശുദ്ധാത്മാ